അസാധാരണമായൊരു കാലാവസ്ഥാ രീതി അവിചാരിതമായിട്ടുള്ള മഴ കൊണ്ടുവരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ UAE പറയുന്നത്. അതിൻ്റെ കാര്യം ഈ വാരാന്ത്യം, അതായത് ഈ വെള്ളിയാഴ്ച ഒക്ടോബർ 10 നാളെ മുതൽ ഒരു 3-4 ദിവസത്തേക്ക് മഴയുണ്ടാവാനുള്ള സാധ്യതയാണ്. പെയ്യുന്നെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട മഴ തന്നെയായിരിക്കും എന്നും പറയുന്നുണ്ട്. സാധാരണ ഒരു ഭാഗത്തു നിന്നുള്ള കാറ്റിനെക്കുറിച്ചും ഗതിയെക്കുറിച്ചും പറയുമ്പോൾ ഇപ്പോൾ പറയുന്നത് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നുമായിട്ട് 2 തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാറ്റ് വന്നിട്ട് ഒരു വ്യതിയാനം ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ശക്തി എന്ന് പറയുന്ന അതിശക്തമായൊരു സൈക്ലോൺ കടന്നു പോയിട്ട് അത് ഉണ്ടാക്കി വച്ചിരിക്കുന്നൊരു ഇമ്പാക്റ്റ്, ആ പ്രതിഫലനമാകാം UAE അനുഭവപ്പെടുക എന്ന് കരുതുന്നവരുണ്ട്. അതെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നല്ല മഴ കിട്ടിയാൽ ആസ്വദിക്കാം എന്ന് കരുതുന്നവരുണ്ട്. അധികമായി പോയാൽ ബുദ്ധിമുട്ടും എന്ന് ഭയക്കുന്നവരുണ്ട്. എന്താണെങ്കിലും ഒരു മഴയുടെ ആധിക്യം വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരികയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഇക്കാര്യം ഉണ്ടാവട്ടെ. കൂട്ടത്തിൽ ശനിയും ഞായറും മോഹൻലാൽ UAE വരുന്നു എന്നുള്ളതും വിൻസ് മേര ജുവൽസിൻ്റെ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ടും ശനിയും ഞായറും ഈ 3 സ്ഥലങ്ങളിലും ഷാർജ, ദുബായ്, അബുദാബി 3ഇടത്തും ജനത്തിരക്ക് നന്നായിട്ടുണ്ടാകും. ഈ ഫാൽക്കെ അവാർഡ് കിട്ടിയ ശേഷം മോഹൻലാൽ ആദ്യമായിട്ട് UAE വരുമ്പോൾ കാണാൻ വേണ്ടി ആളുകൾ ഒത്തിരി ഉണ്ടാകും. അതിന് മഴ പെയ്താലും തിരക്കേടില്ല, കാണുമെന്ന മട്ടിൽ നിൽക്കുന്ന ജനങ്ങളുടെ ആ ഒരു സ്പന്ദനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം ഷാർജ റോളയിലാണ് വിൻസ് മേര ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ദുബായ് കറാമ സെൻറ്ററിൽ, പിന്നെ വൈകുന്നേരം അബുദാബിയിലും. അങ്ങനെ 3 ഇടങ്ങളിലായിട്ടാണ് വിൻസ് മേര ഔട്ട്ലെറ്റുകൾ തുറക്കുന്നത്. 2 വർഷത്തെ ആശങ്കകൾക്കിപ്പുറം ഇതാ സമാധാനം പുലരുന്നു. ഈ യാഥാർത്ഥ്യവുമായി നമ്മൾ പൊരുത്തപ്പെടുകയാണ്. ഗസയിൽ വെടിനിർത്തൽ തീരുമാനമായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ കരാറിൽ ഈജിപ്തിലെ ഷറമുൽ ഷേഖ് റിസോർട്ടിൽ വെച്ച് സൈൻ ചെയ്യപ്പെട്ടു. ഇനിയിപ്പോൾ ഇസ്രായേലിൻ്റെ മന്ത്രിസഭയുടെ അന്തിമ അംഗീകാരം കൂടി ഇതിന് വേണമെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള യോഗമെല്ലാം രാത്രി വൈകിയും നടക്കുകയാണ് എന്നുള്ള സൂചനയും പുറത്തു വരുന്നു. എന്താണെങ്കിലും ട്രംപ് നിർദ്ദേശിച്ച പോലെയുള്ള ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിൻ്റെ 1ാം ഭാഗം ക്ലിയറായിട്ടുണ്ട്. തിങ്കളും ചൊവ്വയും കൊണ്ട് ബന്ദികളെയൊക്കെ ഹമാസ് മോചിപ്പിക്കും എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് സേനാ പിന്മാറ്റം ഇസ്രായേൽ നടത്തും ഗസയുടെ ഭാഗത്തു നിന്നും എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സീസ് ഫയറിൻ്റെ, വെടിനിർത്തലിൻ്റെ 1ാം ഘട്ടം പ്രാബല്യത്തിൽ വരും എന്ന ഘട്ടത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. 2 വർഷമായി അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിച്ച് ദുരന്തം മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ജനത അല്പം സമാധാനത്തിലേക്ക് വരാൻ പറ്റിയ മണിക്കൂറുകളാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം എന്ന് തിരിച്ചറിയുക. അവർക്കെല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.